നമുക്കറിയാം മൂവിങ് ചാർജസ് മൂലം അല്ലെങ്കിൽ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ മൂലം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് മൂലം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് പഠിക്കുന്നത്, ബയോട്ട് സവാർട്ട് ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു കറന്റ് ക്യാരിയിങ് എലമെന്റ് ആണ് എടുക്കുന്നത്. ആ കറന്റ് ക്യാരിയിങ് എലമെന്റ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണെന്ന് നോക്കാം. ബയോട്ട് സവാർട്ട് ലോ. അപ്പൊ നോക്കുക, ഒരു കണ്ടക്ടർ XY എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ. ഈ കണ്ടക്ടറിലെ കറന്റിന്റെ ഡിറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് കറന്റിന്റെ ഡിറക്ഷൻ. ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടറിലെ ഒരു സ്മോൾ എലമെന്റ് നമ്മൾ എടുക്കുവാണ്. ആ സ്മോൾ എലമെന്റ് ഞാൻ കാണിക്കാം. AB എന്ന് പറയുന്ന ഒരു സ്മോൾ എലമെന്റ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിലെ കറണ്ട് ഉള്ള കാരണം എന്തായാലും AB എന്ന് പറയുന്ന ആ എലമെന്റിൽ കൂടെ കറണ്ട് ഉണ്ടാവുമല്ലോ. ഈ എലമെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് DL ആണ്. സ്മോൾ കറന്റ് എലമെന്റ് നമ്മൾ എടുത്തിരിക്കുന്ന DL ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ എലമെന്റിന്റെ സെന്റർ ഇപ്പൊ ഞാൻ O എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈ Oയിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസ് അകലത്തിലാണ് നമ്മുടെ പോയിന്റ് P ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റ് P എങ്കിൽ അതിലേക്കുള്ള അകലം പോയിന്റ് P, അതിലേക്കുള്ള അകലം എന്ന് പറയുന്നത് R എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ ആ P എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ നമുക്ക് വേണമെങ്കിൽ വെക്ടർ R എന്നും കൊടുക്കാമല്ലോ, നമുക്കറിയാം. അപ്പൊ ഈ P എന്ന് പറയുന്ന പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ OP എന്ന് പറയുന്ന ആ പൊസിഷൻ വെക്ടർ R, അപ്പോൾ ആ പൊസിഷൻ വെക്ടറും ഈ കറന്റ് എലമെന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ദിസ് ആംഗിൾ, ആ ആംഗിളിന് തീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഫിഗർ ക്ലിയർ ആയല്ലോ. XY എന്ന് പറയുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, കറന്റിന്റെ ഡിറക്ഷൻ I കൊടുത്തിട്ടുണ്ട്. AB എന്ന് പറയുന്ന ഒരു സ്മോൾ കറന്റ് എലമെന്റ് ആണ്, ദാറ്റ് ഈസ് DL ആണ് അതിന്റെ ലെങ്ത്. അതിന്റെ സെന്റർ Oയിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലത്തില് P എന്ന് പറയുന്ന ഒരു പോയിന്റ്. ആ P എന്ന് പറയുന്ന പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ OP, അതായത് ലൈൻ ജോയിനിങ് ദ പോയിന്റ് ആൻഡ് കറന്റ് എലമെന്റും ഈ കറന്റ് എലമെന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ദിസ് ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോ ഈ ബയോട്ട് സവാർട്ട് ലോ പറയുന്നത് ഇങ്ങനെയാണ്, ആ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 4 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഫസ്റ്റ് വൺ, ദ സ്ട്രെങ്ത് ഓഫ് ദ കറന്റ്. ആ കറന്റ് എലമെന്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ സ്ട്രെങ്ത്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. രണ്ടാമത്തത്, ആ കറന്റ് എലമെന്റിന്റെ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. മൂന്നാമതായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു ആ OPയും കറന്റ് എലമെന്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ, അല്ലെ? ആ തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെയാണ്? സൈൻ തീറ്റയെ ആണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിട്ട് വരുന്നത്. നാലാമതായിട്ട്, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് കറന്റ് എലമെന്റ്. ആ പോയിന്റും കറന്റ് എലമെന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ നോക്കാം, ഫസ്റ്റ് പറയുന്നത് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്. അപ്പൊ സ്മോൾ കറന്റ് എലമെന്റ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് കാരണം സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ DB എന്ന് പറഞ്ഞു കൊടുക്കാം. DB directly proportional to strength of the current. DB proportional to I. രണ്ടാമതായിട്ട് നമുക്ക് കൊടുക്കാം DB directly proportional to length of the element. കറന്റ് എലമെന്റിന്റെ ലെങ്ത് എത്രയാണ്? DL. മൂന്നാമതായിട്ട്, it is directly proportional to sine of the angle theta between the line joining the point and the current element. കൊടുക്കാം DB proportional to sine theta. നാലാമതായിട്ട്, it is inversely proportional to square of the distance between the point and the current element. നാലാമതായിട്ട് കൊടുക്കാം DB is inversely proportional to എന്താണ്? R സ്ക്വയർ. അപ്പോൾ ഈ 4 കാര്യങ്ങളെയാണ് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ബയോട്ട് സവാർട്ട് ലോ. അപ്പൊ ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കാം, DB പ്രപ്പോർഷണൽ ടു I DL sin theta divided by R square. DB proportional to I DL sin theta by R square.
അപ്പൊ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ചേർത്ത് ഇങ്ങനെ എഴുതാം, ഡി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/4π. കോൺസ്റ്റന്റ് ശ്രദ്ധിച്ചേക്കണേ, μ0/4π I dl sin θ ഡിവൈഡഡ് ബൈ r സ്ക്വയർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഡി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/4π I dl sin θ ബൈ r സ്ക്വയർ. അപ്പൊ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ആ കോൺസ്റ്റന്റ് പേരെന്തായിരുന്നു? μ0. റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ μ0 ആണ്. അത് അറിയപ്പെടുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതിന് സിമിലർ ആയിട്ട് ഒരു ടേം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചിരുന്നു അല്ലെ, ε0. അതെന്തായിരുന്നു? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർത്തിരിക്കുക. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4π into 10⁻⁻⁷. 4π into 10⁻⁻⁷ യൂണിറ്റ് ടെസ്ല മീറ്റർ പെർ ആംപിയർ. വാല്യൂ ഓർത്തിരിക്കുക, μ0 that is equal to 4π into 10⁻⁷ ടെസ്ല മീറ്റർ പെർ ആംപിയർ. അപ്പൊ ഇക്വേഷൻ ഓർത്തിരിക്കുക, ഡി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/4π I dl sin θ ബൈ r സ്ക്വയർ. ഇപ്പൊ നമ്മൾ ചെയ്തത് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിച്ചത് അല്ലെ. ഇനി നമുക്ക് എന്ത് വേണം? അതിന്റെ ഡിറക്ഷൻ എന്താന്ന് നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെക്റ്റർ ഫോം എന്താന്ന് നോക്കാം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി നമുക്കറിയാം. അപ്പൊ വെക്റ്റർ ഫോമിൽ നമ്മൾ ഈ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ദാറ്റ് ഈസ് വെക്റ്റർ ഡി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/4π. ഇത് കോൺസ്റ്റൻസ് ആണ്. കറന്റ് എങ്ങനെയാണ്? കറന്റ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി അല്ലേ, വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. അപ്പൊ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ദെൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വെക്റ്റർ ഡി എൽ ക്രോസ് വെക്റ്റർ ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. വെക്റ്റർ ഫോമില് മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. വെക്റ്റർ ഡി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/4π I into വെക്റ്റർ ഡി എൽ ക്രോസ് വെക്റ്റർ ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. അപ്പൊ നമുക്ക് അവിടെ ഒരു സംശയം വരും. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ ആർ സ്ക്വയർ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോ എങ്ങനെ ആർ ക്യൂബ് വന്നു? അത് കാണിക്കാൻ എങ്ങനെ ആർ ക്യൂബ് വന്നു എന്ന് നോക്കൂ. വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ആണെങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ എന്താ? എ ബി സൈൻ തീറ്റ അല്ലേ. അപ്പൊ ഇവിടെ വെക്റ്റർ ഡി എൽ ക്രോസ് വെക്റ്റർ ആർ എന്ന് പറയുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നത്? ഡി എൽ ഇൻറ്റു ആർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ആ ഡിറക്ഷനിലെ യൂണിറ്റ് വെക്റ്റർ ആണല്ലോ, ഡിവൈഡഡ് ബൈ നമ്മുടെ ഇക്വേഷനിൽ ആർ സ്ക്വയർ അല്ലേ ഉള്ളൂ. അപ്പൊ ദാ ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു ആർ ഉണ്ട്. ആ ആറിനെ കട്ട് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് താഴെ ഒരു എന്ത് വേണം? ഒരു ആർ ഇട്ട് കൊടുക്കണം വേണ്ടേ? അപ്പോഴല്ലേ ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിട്ട് വന്നു? ആർ ക്യൂബാണ്. അപ്പൊ നോക്കൂ, ആ മുകളിലത്തെ ആറും താഴത്തെ ഒരു ആറും കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് ഡി എൽ ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ സൈൻ തീറ്റ എന്ന് പറഞ്ഞ് വന്നോളും. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഒരു ആർ ക്യൂബ് വന്നത്. മനസ്സിലായല്ലോ? വെക്റ്റർ ഡി എൽ ക്രോസ് വെക്റ്റർ ആർ എന്ന് പറയുന്നത് ഡി എൽ ഇൻറ്റു ആർ ഇൻറ്റു സൈൻ തീറ്റ. അപ്പൊ മുകളിൽ ഒരു എക്സ്ട്രാ ഒരു ആറ് വരുന്നുണ്ട്. ആ ആറ് ക്യാൻസൽ ചെയ്ത് പോവാനായിട്ടാണ് നമ്മൾ താഴെ ഒരു ആറ് ചേർത്തിരിക്കുന്നത്. അപ്പൊ ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ആർ ക്യൂബ്. അപ്പൊ വെക്റ്റർ ഫോമും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി ശ്രദ്ധിക്കുക, ഈ വെക്റ്റർ ഫോം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ വെക്റ്റർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ വെക്റ്റർ ഡി ബി എന്താന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഉറപ്പായിട്ട് നോക്കൂ, ഇതൊരു ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഈ രണ്ട് വെക്ടേഴ്സും ഉൾപ്പെടുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പൊ നോക്കിക്കേ, വെക്റ്റർ ഡി ബിയുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് വെക്റ്റർ ഡി എല്ലിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, വെക്റ്റർ ആറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്? വെക്റ്റർ ഡി ബി, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത് നോക്കുവാണെങ്കിൽ ഇവിടെ എങ്ങനെ വരുന്നത് നോക്കിക്കേ. ഇതാണ് നമ്മുടെ എന്ത്? ആ വെക്റ്റർ ആർ. അപ്പൊ വെക്റ്റർ ആർ എന്ന് പറയുന്നത് ഈ ഡിറക്ഷൻ ആണല്ലോ.
കറന്റ് എലമെന്റിന്റെ ഡിറക്ഷൻ നോക്കുക, ഇങ്ങനെയാണ് നമ്മുടെ കറന്റ് എലമെന്റിന്റെ ഡിറക്ഷൻ അല്ലെ. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനും അല്ലെങ്കിൽ ഈ പൊസിഷൻ വെക്ടറിനും ഈ കറന്റ് എലമെന്റിന് പെർപെൻഡിക്കുലർ. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. വീണ്ടും ഇപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ആ പെർപെൻഡിക്കുലർ വേണമെങ്കിൽ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആവാം, അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഡിറക്ഷൻ ആവാം. അത് വളരെ കൃത്യമായിട്ട് അറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ഇപ്പൊ കൃത്യമായിട്ട് ഇൻവേർട്സ് ഡിറക്ഷൻ അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഡിറക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇത് നോക്കുക, ഇതാണ് നമ്മുടെ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ കറന്റ് ക്യാരിയിങ് എലമെന്റ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ കറന്റിന്റെ ഡിറക്ഷൻ ആണ് അത് ആ ടിപ്പിന്റെ ഡിറക്ഷൻ. അപ്പൊ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രാസ്പ് ദ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ ദ റൈറ്റ് ഹാൻഡ്, ദെൻ ദ തമ്പ് shows the direction of current, curled fingers അല്ലെങ്കിൽ other fingers gives the direction of magnetic field. നമ്മൾ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ അല്ലെങ്കിൽ കറന്റ് ക്യാരിയിങ് എലമെന്റിനെ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുവാണ് വിത്ത് ദ തമ്പ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് കറന്റ്. അപ്പൊ നോക്കിക്കേ, കറന്റിന്റെ ഡിറക്ഷൻ അപ്വേർഡ് ഡിറക്ഷൻ ആയിരുന്നു, തമ്പിന്റെ ഡിറക്ഷൻ എങ്ങനെയാണ്? അപ്വേർഡ് ഡിറക്ഷൻ. ദെൻ ദ അതർ ഫിംഗേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കേൾ ചെയ്തിരിക്കുന്ന ഫിംഗേഴ്സ്, അതായത് തമ്പിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന മറ്റു ഫിംഗേഴ്സ്. ആ ഫിംഗേഴ്സ് ആണ് ആരെ കാണിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നത്. അപ്പൊ വളരെ എളുപ്പമാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ഗ്രാസ്പ് ദ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ ദ റൈറ്റ് ഹാൻഡ് വിത്ത് ദ തമ്പ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് കറന്റ്, then the other fingers അല്ലെങ്കിൽ curled fingers give the direction of magnetic field. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് നോക്കിക്കേ, ഇതല്ലേ നമ്മുടെ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. കറന്റിന്റെ ഡിറക്ഷൻ എങ്ങനെയാ? അപ്വേർഡ് ഡിറക്ഷൻ. അപ്പൊ എങ്ങനെ പിടിക്കണം ഞാൻ? തമ്പ് മുകളിലേക്ക് ആണല്ലോ കറന്റിന്റെ ഡിറക്ഷൻ. കേൾഡ് ഫിംഗേഴ്സ്, ഇതല്ലേ നമ്മുടെ കേൾഡ് ഫിംഗേഴ്സ് അല്ലെ. അപ്പോ അതെങ്ങനെയാണ് ഡിറക്ട് ചെയ്യുന്നത്? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. കിട്ടിയല്ലോ, ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. അപ്പൊ ഇവിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇൻഡു ഇട്ട് റെപ്രസെന്റ് ചെയ്യും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരുന്നു? dB ആയിരുന്നു. ഇവിടെ കിട്ടിയ ഡിറക്ഷൻ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. അപ്പൊ വെക്ടർ ഫോമിൽ തന്നെ നമുക്ക് കൊടുക്കാം ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഞാൻ എടുത്ത പോയിന്റ് പി ഇവിടെയല്ല, പി എന്ന് പറയുന്ന പോയിന്റ് ഇപ്പുറത്തായിരുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ എങ്ങനെ പിടിക്കണം? ഇങ്ങനെ പിടിക്കണം അല്ലെ. കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കറന്റ് ഡിറക്ഷൻ മുകളിലേക്കാണ്, അപ്വേർഡ് ഡിറക്ഷൻ തമ്പ് മുകളിലേക്കാണ്. അപ്പൊ എന്റെ കേൾഡ് ഫിംഗേഴ്സ് എങ്ങോട്ട് വന്നു? കേൾഡ് ഫിംഗേഴ്സ് എവിടേക്കാണ് ഡിറക്ട് ചെയ്യുന്നത്? ഔട്ട്വേർഡ്. അപ്പൊ നമ്മൾ എടുക്കുന്ന പോയിന്റ് ഈ പ്രവശത്താണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ നേരെ റിവേഴ്സ് ചെയ്തു, ഔട്ട്വേർഡ് ഡിറക്ഷൻ ആയിട്ട് വന്നു. ഇവിടെ കിട്ടിയില്ല. ഇനി കറന്റ് നേരെ ഇങ്ങനെയായിരുന്നു എങ്കിൽ നമ്മുടെ പോയിന്റ് ഇപ്പുറത്താണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിലേക്ക് വരും അല്ലെ. ഇപ്രവശത്താണ് പോയിന്റ് എങ്കിൽ കറന്റ് താഴേക്ക്, നമ്മുടെ കേൾഡ് ഫിംഗേഴ്സ് എങ്ങനെയാണ്? ഔട്ട്വേർഡ് ഡിറക്ഷൻ. അപ്പൊ ഓർത്തിരിക്കുക, കറന്റിന്റെ ഡിറക്ഷൻ മാറുന്നതനുസരിച്ച് ആ പർട്ടിക്കുലർ പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷനും മാറിക്കൊണ്ടിരിക്കും. ഓർത്തിരിക്കുക, ഈ റൂളിനെ പറയുന്ന പേരാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. വേറൊരു റൂളും കൂടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്. അതിന് പറയുന്ന പേരാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ, മറ്റൊരു പേര് മാക്സ്വെൽസ് സ്ക്രൂ റൂൾ. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ അല്ലെങ്കിൽ മാക്സ്വെൽസ് സ്ക്രൂ റൂൾ. അത് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ, if the right-handed screw is advances in the direction of current, then the rotation of the thumb gives the direction of magnetic field. നമ്മുടെ റൈറ്റ് ഹാൻഡഡ് കോർക്ക് സ്ക്രൂ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ അഡ്വാൻസ് ചെയ്യുന്നത് കറന്റിന്റെ ഡിറക്ഷനിൽ ആണ് എങ്കിൽ നമ്മുടെ തമ്പ് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? അതാണ് മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നോക്കാം, ഇതാണ് നമ്മുടെ ഒരു സർഫസ്. ഈ സർഫസിലേക്ക് എൻ്റെ ഈ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ ഞാൻ ഇറക്കാൻ നോക്കുവാണ്. അപ്പോൾ ഇറങ്ങി പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഇങ്ങനെ സർഫസിലേക്ക് ആ തുളഞ്ഞു കയറുന്ന നോക്കിക്കേ, ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സ്ക്രൂ പതുക്കെ പതുക്കെ അഡ്വാൻസ് ചെയ്യാണ്. ഏത് ഡിറക്ഷനിൽ? ആ സർഫസിലേക്ക് തുളഞ്ഞു കയറുവാണ്, അതായത് ഡൗൺവേർഡ് ഡിറക്ഷനിൽ അഡ്വാൻസ് ചെയ്യുവാണ്.
അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്ക്രൂ അഡ്വാൻസ് ചെയ്യുന്നത്, ഏത് ഡിറക്ഷനിലാണ് അഡ്വാൻസ് ചെയ്യുന്നത്? അപ്പോൾ ആ ഡിറക്ഷൻ ആണ്, ആ ടിപ്പ് ഓഫ് ദ സ്ക്രൂ ഏത് ഡിറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതാണ് ആരെ കാണിക്കുന്നത്? കറന്റിനെ കാണിക്കുന്നത്. എന്റെ തമ്പ് എങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതാണ് മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി നോക്കാം നമുക്ക്. ഇതാ ഇങ്ങനെയായിരിക്കും. അപ്പൊ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ ഇതാ ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് പോകുന്ന, ആ ടിപ്പ് പോകുന്ന ഡിറക്ഷൻ ആണ് എന്തിന്റെ? കറന്റിന്റെ ഡിറക്ഷൻ. എങ്ങനെയാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഡിറക്ഷൻ ആണ് എന്തിന്റെ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. ഇതാണ് മാക്സ്വെൽസ് സ്ക്രൂ റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. അപ്പൊ ഈ രണ്ട് റൂളും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട്, ഒരു കറന്റ് ക്യാരിങ് എലമെന്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ലോ ആണ് ബയോട്ട് സവാർട്ട് ലോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബയോട്ട് സവാർട്ട് ലോ അനുസരിച്ച് dB that is equal to μ0/4π IDL sin theta by r square. μ0 എന്ന് പറയുന്നത് എന്താണ്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പൊ നമ്മളിപ്പോ ബയോട്ട് സവാർട്ട് ലോ പഠിച്ചു. ഇതേമാതിരി ഒരു ലോ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ഏതായിരുന്നു അത്? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച ലോ ആണ് കൂളംസ് ലോ. അപ്പൊ ഈ ബയോട്ട് സവാർട്ട് ലോയും കൂളംസ് ലോയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ബയോട്ട് സവാർട്ട് ലോയില് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിച്ചത് അല്ലെ? അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരുന്നു? ഇക്വേഷൻ dB that is equal to μ0/4π IDL sin theta by r square എന്നായിരുന്നു അല്ലെ നമ്മുടെ ഇക്വേഷൻ. കൂളംസ് ലോ അനുസരിച്ച് എന്തായിരുന്നു ഫോഴ്സിന്റെ ഇക്വേഷൻ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് F that is equal to 1/4π ε0 Q1 Q2 by r square. അപ്പൊ ഈ രണ്ട് ലോസിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവര് തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്, കുറച്ച് ഡിസിമിലാരിറ്റീസ് ഉണ്ട്. അതെന്തൊക്കെയാ നോക്കാം. ആദ്യം നമുക്ക് സിമിലാരിറ്റീസ് എന്തൊക്കെയാ നോക്കാം. സിമിലാരിറ്റീസ് അതായത് രണ്ട് ലോയ്ക്കും കോമൺ ആയിട്ട് വരുന്ന കക്ഷികൾ. അപ്പൊ നമുക്കറിയാം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ കേസ് ആണെങ്കിലും, മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിലും അത് ഏത് ടൈപ്പ് ഫോഴ്സ് ആണ്? മാഗ്നറ്റിക് ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഏത് ടൈപ്പ് ഫോഴ്സ് ആണ്? അതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ഇഫക്റ്റ് ഒത്തിരി ദൂരം വരെ അനുഭവപ്പെടും. അപ്പൊ ഇവര് രണ്ടുപേരും മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിലും ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. അപ്പൊ ഈ രണ്ട് ലോസും ഏത് ടൈപ്പ് ഫോഴ്സിനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ലോങ് റേഞ്ച് ഫോഴ്സിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ രണ്ട് ലോസും ഡീൽസ് വിത്ത് ലോങ് റേഞ്ച് ഫോഴ്സ്. രണ്ടുപേരും ലോങ് റേഞ്ച് ഫോഴ്സിനെയാണ് ഡീല് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കൊടുക്കാം, ഈ രണ്ട് ലോസിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ് അല്ലെ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, ഇവിടെ ആണെങ്കിലോ അതെ, ഇവിടെ ആണെങ്കിലോ അതെ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ സ്ക്വയർ. അതായത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ലോസും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നു. രണ്ടുപേരും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നു. മൂന്നാമതായിട്ട് നമുക്ക് കൊടുക്കാം, ഇപ്പം ഒരു പോയിന്റില് പല മാഗ്നറ്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ പല കറന്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും? സം ചെയ്യും അല്ലെ? അതായത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ പല ചാർജസ് മൂലം ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കാനും നമ്മൾ എന്ത് ചെയ്യുന്ന? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയാം ഈ രണ്ട് ലോസും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിക്കുന്നു, ഒബേ ചെയ്യുന്നു. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള സാമ്യം എന്ന് പറയുന്നത്, സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്, രണ്ടുപേരും ഡീൽസ് വിത്ത് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. രണ്ട് ലോസും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. രണ്ട് ലോസും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും ഒബേ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം. ഡിസിമിലാരിറ്റീസ് അതില് അപ്പൊ നോക്കിക്കേ, ബയോട്ട് സവാർട്ട് ലോ ആണെങ്കിൽ
അപ്പൊ ബയോട്ട് സാവാർട്ട് ലോ കണ്ടുപിടിക്കാനായി അത് അപ്ലൈ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എടുത്തത് എന്താ കാര്യം എടുത്തത്? ഒരു കറന്റ് എലമെന്റ് ആണ് എടുത്തത് അല്ലെ. ആ കറന്റ് എലമെന്റ് എന്ന് പറയുന്നത്, അതായത് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ യൂസ് ചെയ്ത സോഴ്സ് എന്ന് പറയുന്നത് കറന്റ് എലമെന്റ് ആണ്. ആ കറന്റ് എലമെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. നേരെ മറിച്ച് കൂളംസ് ലോ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് എടുത്തത് ആരെയാ നമ്മൾ എടുത്തത്? ചാർജിനെ എടുത്ത് അല്ലെ. ചാർജ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റി ആണ്? അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ കൂളംസ് ലോയിലെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയ ചാർജ് ആണ്. ഇവിടെ ആണെങ്കിൽ ബയോട്ട് സാവാർട്ട് ലോയിലെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതൊരു കറന്റ് എലമെന്റ് ആണ്. അപ്പൊ ഡിസിമിലാരിറ്റീസിൽ ഫസ്റ്റ് വൺ ആയിട്ട് കൊടുക്കാം. ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കറന്റ് എലമെന്റ് ആണ്. കറന്റ് എലമെന്റ് ആണ്. ആ കറന്റ് എലമെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, വെക്റ്റർ ആണ്. നേരെ മറിച്ച് കൂളംസ് ലോ ആണെങ്കിൽ സോഴ്സ് ആരാണ്? സോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ആണ്. ആ ചാർജ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ആണല്ലോ. രണ്ടാമതായിട്ട് നമുക്കിവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. ആ ക്രോസ് പ്രൊഡക്റ്റ് നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ മാക്സ്വെൽസ് റൂൾ ഉപയോഗിച്ചൊക്കെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ആ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ എന്ന് പറയുന്നത് ആ പൊസിഷൻ വെക്ടർ ആയ വെക്ടർ ആർ അതിന് എങ്ങനെ പെർപെൻഡിക്കുലർ ആണ്. ആ പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ വേണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് കൊടുക്കാം. ആ വെക്ടർ ആറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? ആ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. വെക്ടർ ആറിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ആ ആറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് കൂളംസ് ലോയില് ഫോഴ്സിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ രണ്ട് ചാർജസും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ലൈനിന്റെ അതേ ഡിറക്ഷൻ അലോങ് ദ ലൈൻ ആയിരിക്കും, ആണല്ലോ. ചിലപ്പോ അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ റിപ്പൾസീവ് ഇൻ നേച്ചർ ആയിരിക്കും. എന്താണെങ്കിലും ആ അലോങ് ദ ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ ഡിറക്ഷനിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ കൊടുക്കാം അലോങ് ദ ഡിറക്ഷൻ ഓഫ് വെക്ടർ ആർ. അപ്പൊ ഇവിടെ ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ അലോങ് ദ ഡിറക്ഷൻ ഓഫ് വെക്ടർ ആറിലാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് കൊടുക്കാം. ആ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ദാ ഇവിടെ ഒരു സൈൻ തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ തീറ്റ ഡിപ്പെൻഡൻസ് ഉണ്ട്, അതായത് ഒരു ആംഗിൾ ഡിപ്പെൻഡൻസ് ഉണ്ട് ബയോട്ട് സാവാർട്ട് ലോയില്. ഇവിടെ ആണെങ്കിൽ അങ്ങനെ ഒരു തീറ്റ എന്നുള്ള ഡിപ്പെൻഡൻസി ഇല്ല, മനസ്സിലായല്ലോ. ഇവിടെ ഒരു തീറ്റ എന്നുള്ളൊരു ടേം വരുന്നില്ല. അപ്പൊ ഇവിടെ ബയോട്ട് സാവാർട്ട് ലോയില് ഒരു തീറ്റ ഡിപ്പെൻഡൻസ് ഉണ്ട്, ഒരു ആംഗിൾ. അപ്പൊ ഒരു ആംഗിൾ ഡിപ്പെൻഡൻസ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ആ ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ നോ ആംഗിൾ ഡിപ്പെൻഡൻസ്. നോ ആംഗിൾ ഡിപ്പെൻഡൻസ്. അപ്പോൾ 3 ഡിസിമിലാരിറ്റീസ് ഓർത്ത് വെച്ചേക്കുക. എന്താണ്? ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് കറന്റ് എലമെന്റ് ആണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇവിടെ ആണെങ്കിൽ സോഴ്സ് ഒരു ചാർജ് ആണ്, അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ദെൻ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ എന്ന് പറയുന്നത് ആ പൊസിഷൻ വെക്ടർ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടറിന്റെ അതേ ഡിറക്ഷൻ ആയിരിക്കും. ഇവിടെ ആംഗുലാർ ഡിപ്പെൻഡൻസ് ഉണ്ട്, ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ആ കേസ് ഒന്നും കൂടി ഒന്ന് നോക്കിക്കേ. നമ്മുടെ ബയോട്ട് സാവാർട്ട് ലോയില് നമ്മുടെ കറന്റ് എലമെന്റ് എ ബി എന്ന് പറയുന്ന ഡി എൽ ലെങ്ത് ഉള്ള ആ കറന്റ് എലമെന്റ് ഇതാണ്. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റ്, അപ്പൊ ഇതാ ഇവിടെ തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു അല്ലെ. ഇനി നമ്മൾ എടുക്കുന്ന പോയിന്റ്, ആ പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ അല്ല, ആ പി എന്ന് പറയുന്ന പോയിന്റ് ഇതാ ഇവിടെ തന്നെയാന്ന് വിചാരിക്കും. അതായത് ആ കറന്റ് എലമെന്റിന്റെ അതേ ഡിറക്ഷനിൽ, ആ അലോങ് ദാറ്റ് ഡിറക്ഷൻ തന്നെയാണ് പി ഇരിക്കുന്നതെന്ന് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പൊ തീറ്റ വാല്യൂ എന്തായിരിക്കും? അപ്പൊ തീറ്റ വാല്യൂ 0 വരും
അല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് നോക്കിക്കേ, ഡി ബി ഈക്വൽസ് മ്യൂ 0/4π IDL സൈൻ 0 എന്ന് വരും. സൈൻ 0/r². സൈൻ 0ന്റെ വാല്യൂ എത്രയാ? 0. അപ്പോൾ ഈ പോയിന്റിലായിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡി ബി വാല്യൂ എന്തായിട്ടാണ് വരുന്നത്? 0 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക, നമ്മൾ എടുക്കുന്ന പോയിന്റ് കറണ്ട് എലമെന്റിന്റെ അതേ ഡിറക്ഷൻ ആണെങ്കിൽ, അലോങ് ദാറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ തീറ്റ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാം. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഉപയോഗിച്ച ഒരു കോൺസ്റ്റന്റ് ആണ് എന്ത്? ε0 അല്ലെ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച കോൺസ്റ്റന്റ് ആണ് എന്ത്? μ0 പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അവരെ തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. അതായത് ε0 ഇൻറ്റു μ0, ε0 ഇൻറ്റു μ0ന്റെ വാല്യൂ എന്താ നോക്കാം. ഞാനൊരു ചെറിയൊരു അറേഞ്ച്മെന്റ് നടത്തുവാണ്. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിന് ഒരു 4π വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. കുഴപ്പമില്ലല്ലോ. 4π/4π ε0 μ0 അല്ലെ? 4π കട്ട് ചെയ്ത് നോക്കണം. ε0 μ0 എന്ന് വന്നോളൂ. ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ കാരണം, വീണ്ടും ഞാൻ ഒന്ന് പ്ലേസ് മാറ്റുവാണ്. ഈ 4π ε0 ഒരുമിച്ച് എഴുതുക. 4π ε0 ഡിനോമിനേറ്ററിലുള്ള 4π μ0ന്റെ താഴേക്ക് നീക്കി എഴുതി. μ0/4π. ഇങ്ങനെ എഴുതിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിരുന്നു 1/4π ε0 എന്തായിരുന്നു അതിന്റെ വാല്യൂ? 9 × 10⁻⁹ ആയിരുന്നു അല്ലെ? അപ്പൊ 4π ε0ന്റെ വാല്യൂ എന്തായിരിക്കും? 1/9 × 10⁻⁹. അപ്പൊ ആ വാല്യൂ കൊടുക്കുവാണ് 1/9 × 10⁻⁹. ദെൻ μ0 വാല്യൂ എന്താണെന്ന് നമ്മളിപ്പോ പഠിച്ചു. എന്തായിരുന്നു μ0 വാല്യൂ? 4π × 10⁻⁷ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 4π ഉണ്ട് അല്ലെ? അപ്പൊ ഈ രണ്ട് 4πയും ക്യാൻസൽ ചെയ്ത് പോയി. ഈ 10⁻⁷ ഞാൻ താഴേക്ക് എടുത്താൽ അത് 10⁻+7 ആവില്ലേ? അപ്പോൾ നോക്കാം എങ്ങനെ വരുന്നേ നോക്കൂ. 1/9 × 10⁻⁹. 4π കട്ട് ചെയ്തു. ന്യൂമറേറ്ററിൽ കടന്ന ആ 10⁻⁻7 ഞാൻ താഴേക്ക് എടുത്തു. അപ്പൊ നമുക്ക് എന്ത് വന്നു? 10⁻+7. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിനെ പവർ ആഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. 1/9 × 10⁻9+7 എന്ന് പറയുമ്പോൾ എത്രയാണ്? 16 അല്ലെ? ഇത് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് 3 × 10⁻8² കുഴപ്പമുണ്ടോ? അപ്പൊ 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. 10⁻8² എന്ന് പറയുമ്പോൾ എത്ര വരും? 10⁻16. ഈ ടേമിന് എവിടെയോ കണ്ടുപരിചയമുണ്ട് അല്ലെ? അതാരാ? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം അല്ലെ? അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? സി എന്നുള്ള ടേം ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം സി എന്ന് പറയുന്നതാണ് എന്ത്? 3 × 10⁻8 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വാല്യൂ 1/c² എന്ന് പറഞ്ഞു കൊടുക്കാം. അതാരായിരുന്നു നമുക്ക്? ε0 μ0. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ε0 × μ0 that is equal to 1/c². ε0 × μ0 that is equal to 1/c². നമ്മൾ ചെയ്തത് ഇത്ര മാത്രം. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 4π വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ അറേഞ്ച് ചെയ്ത് എഴുതി. കാരണം 4π ε0 എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിന് 1/9 × 10⁻9 എന്ന് കൊടുക്കാം. μ0ന്റെ വാല്യൂവും കൊടുത്തു. അപ്പൊ ഈ 4π കട്ട് ചെയ്ത് പോയി. 10⁻⁷ ഡിനോമിനേറ്ററിലേക്ക് എടുത്തു. അപ്പൊ 10⁻+7 ആയി. ഈ പവർ 2 ആഡ് ചെയ്ത് 1/9 × 10⁻16 എന്ന് വന്നു. അതിന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതി 3 × 10⁻8². അതിൽ 3 × 10⁸ എന്ന് പറയുന്നതാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അതിനെ റെപ്രസെന്റ് ചെയ്ത സിമ്പിൾ ആണ് സി. അങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടി. μ0 × ε0 അല്ലെങ്കിൽ ε0 × μ0 that is equal to 1/c². അത് നമ്മൾ ഫ്രീ സ്പേസിലെ കേസാണ് പറയുന്നത്. ഇനി അതൊരു മീഡിയത്തിലാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മാറ്റി എഴുതിയാൽ മതി. എപ്സിലോൺ മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ആ മീഡിയത്തിലെ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് വി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ 1/v². അപ്പൊ ഈ റിലേഷൻ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ε0 μ0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/c². ഒരു സർക്കുലാർ കറന്റ് ക്യാരിങ് ലൂപ്പ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും അതോടൊപ്പം തന്നെ അതിന്റെ ഡിറക്ഷനും. സർക്കുലാർ കറന്റ് ക്യാരിങ് ലൂപ്പിന്റെ കേസിൽ
അതിന്റെ ആക്സിയൽ ലൈനിൽ അല്ലെങ്കിൽ അതിന്റെ ആക്സിസിൽ ഒരു പോയിന്റ് നമ്മൾ എടുക്കുവാണ്. ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പോകുന്നു. ഏത് ലോ അപ്ലൈ ചെയ്യുന്നു? ബയോട്ട് സവാർട്ട് ലോ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ബയോട്ട് സവാർട്ട് ലോ അപ്ലൈ ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ സർക്കുലാർ കറന്റ് ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കുലാർ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ എടുക്കുവാണ്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന YZ പ്ലെയിനിലാണ് അത് ഇരിക്കുന്നത്. YZ പ്ലെയിനിൽ ഇരിക്കുന്ന സർക്കുലാർ കറന്റ് ക്യാരിയിങ് ലൂപ്പ് എടുക്കുന്നു. എക്സ് ആക്സിസിന്റെ ഡിറക്ഷനിലാണ്, അതായത് അതിന്റെ ആക്സിസിന്റെ ആ ഡിറക്ഷനിലാണ്, ആ ആക്സിയൽ ലൈനിലാണ് നമ്മുടെ പോയിന്റ്, നമ്മൾ എടുക്കുന്ന പോയിന്റ് ആയ P സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫിഗർ ഒന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കുക. ആദ്യം ആക്സിസ് ഞാൻ വരച്ചേക്കാം. എക്സ് ആക്സിസ്, Y ആക്സിസ് ആൻഡ് Z ആക്സിസ്. ഒറിജിൻ O. അപ്പോ നമ്മൾ എടുക്കുന്ന ആ കറന്റ് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പ് YZ പ്ലെയിനിലായിരിക്കുന്നത്. YZ പ്ലെയിനിൽ ഇരിക്കുന്ന കറന്റ് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സർക്കുലാർ കറന്റ് ലൂപ്പ് ഇതാണ്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? YZ പ്ലെയിനിലാണ്. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഏത് തന്നെയാ? സെന്റർ O തന്നെ. ആ സർക്കുലാർ ലൂപ്പിന്റെ റേഡിയസ് R ആണ്. ആ സർക്കുലാർ ലൂപ്പിന്റെ റേഡിയസ് R. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പം സർക്കുലാർ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് വരച്ചിരിക്കുന്നത് ഒരു എലിപ്സ് മാതിരിയാണല്ലോ എന്ന്. അത് ഞാൻ പറഞ്ഞു, അത് നമുക്ക് 2 ഡയമെൻഷനിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ കറന്റ് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പ് എന്ന് വിചാരിച്ചു. ഈ കറന്റ് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പ് ഇത് ഇങ്ങനെയല്ല ഇരിക്കുന്നതെന്ന്, അതായത് XY പ്ലെയിനിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് സർക്കിളായിട്ട് ഇതാ ഇങ്ങനെ വരയ്ക്കാം. ഇതിപ്പോ സിറ്റുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതാ ഇങ്ങനെ ഇരിക്കുന്നത്. മനസ്സിലായല്ലോ? പിടികിട്ടി കാണുമല്ലോ. സർക്കുലാർ കറന്റ് ലൂപ്പ് ആ YZ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഐഡിയ ക്ലിയർ ആക്കുക. അപ്പൊ ഇങ്ങനെയാണ് സർക്കുലാർ കറന്റ് ക്യാരിയിങ് ലൂപ്പ് ഇരിക്കുന്നത്. സെന്റർ O ആണ്. ഇതാണ് അതിന്റെ ആക്സിയൽ ലൈൻ, ആക്സിസ്. എക്സ് ആക്സിസ് തന്നെയാണ് അതിന്റെ ആക്സിസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി? അപ്പൊ ഇനി നമുക്ക് കറന്റിന്റെ ഡിറക്ഷൻ കൊടുക്കാം. കറന്റിന്റെ ഡിറക്ഷൻ അപ്പൊ ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കുക. ആ കറന്റിന്റെ ഡിറക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇതല്ലേ നമ്മുടെ സർക്കുലാർ ലൂപ്പ്. ദാ കറന്റ് ദാ ഇങ്ങനെ കയറി ദാ ഇങ്ങനെ വന്ന് ദാ ഇങ്ങനെ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കറന്റിന്റെ ഡിറക്ഷൻ. ഓർത്തേക്കുക, ഇങ്ങനെയാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. ഇനി നമ്മൾ എടുക്കുന്നത് P എന്ന് പറയുന്ന പോയിന്റ് ആണ് എടുക്കുന്നത്. ആക്സിയൽ ലൈനിൽ അലോങ് ദ ആക്സിസിലെ ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നത്. സെന്റർ Oയിൽ നിന്ന് ആ ആക്സിയൽ ലൈനിൽ, ഇപ്പൊ ഈ എക്സ് ആക്സിസ് ആണ് അതിന്റെ ആക്സിസ് ആയിട്ട് വരുന്നത്. ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പോയിന്റ്, നമ്മുടെ P എന്ന് പറയുന്ന പോയിന്റ്. ഈ P എന്ന് പറയുന്ന പോയിന്റ് സെന്റർ Oയിൽ നിന്ന് ഒരു X ഡിസ്റ്റൻസ് അകലത്തിലാണ് വിചാരിച്ചോളൂ. അപ്പൊ OP എന്ന് പറയുന്നത് എത്ര? സ്മോൾ X ഡിസ്റ്റൻസ് അകലത്തിലാണ്. അപ്പൊ ഈ കറന്റ് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പ് മൂലം ഈ Pയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആണല്ലോ. അപ്പൊ ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏത് ലോ അപ്ലൈ ചെയ്യണം? ബയോട്ട് സവാർട്ട് ലോ അപ്ലൈ ചെയ്യണം. ബയോട്ട് സവാർട്ട് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത് ഒരു സ്മോൾ കറന്റ് എലമെന്റ് എടുക്കുന്നത് അല്ലെ. അവിടെ നമ്മൾ ചെയ്തത് സ്മോൾ കറന്റ് എലമെന്റ് AB എന്ന് പറയുന്ന DL ലെങ്ത് ഉള്ള ഒരു സ്മോൾ കറന്റ് എലമെന്റ് എടുത്ത്. അതേമാതിരി തന്നെ ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു സ്മോൾ കറന്റ് എലമെന്റ് മൂലം Pയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് നോക്കാം. അപ്പൊ ഞാൻ എടുക്കുന്ന സ്മോൾ കറന്റ് എലമെന്റ് ഇതാ ഇവിടെയാണ് വിചാരിച്ചു. ഇതാണ് നമ്മുടെ സ്മോൾ കറന്റ് എലമെന്റ്. ആ സ്മോൾ കറന്റ് എലമെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? DL. അപ്പൊ DL ലെങ്ത് ഉള്ള ഒരു കറന്റ് എലമെന്റ് ഞാൻ എടുക്കുവാണ്. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഇതിന്റെ മിഡ് പോയിന്റിന് A എന്ന് പേര് കൊടുക്കാം കേട്ടോ. A.
അപ്പോൾ ആ എ എന്ന് പറയുന്ന പോയിന്റ് സെന്റർ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു സ്മോൾ കറന്റ് എലമെന്റ് കൺസിഡർ ചെയ്യാണ്. ആ കറന്റ് എലമെന്റിന്റെ ലെങ്ത് ആണ് എന്ത്? dl. അപ്പൊ ഈ സ്മോൾ കറന്റ് എലമെന്റ് മൂലം ഈ പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം ആണല്ലോ. അപ്പൊ ഉറപ്പായിട്ട് അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ബയോട്ട് സവാർട്ട് ലോയിൽ എന്തായിരുന്നു ഇക്വേഷൻ? dB that is equal to μ0/4π I dl sin theta by r square അല്ലെ. r എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ പോയിന്റും നമ്മുടെ കറന്റ് എലമെന്റും തമ്മിലുള്ള എന്ത് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് ഇതല്ല നമ്മുടെ കറന്റ് എലമെന്റ്, ഇതല്ല നമ്മുടെ പോയിന്റ്. അപ്പൊ അവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ കൊടുക്കണം. ആ ഡിസ്റ്റൻസ് r എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഞാൻ വരയ്ക്കുവാണ് AP. ഈ AP അതിന് നമുക്ക് പേര് കൊടുക്കാം, r എന്ന് പേര് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറന്റ് എലമെന്റ്, അതായത് ആ dl എന്ന് പറയുന്ന ആ കറന്റ് എലമെന്റും പിയും തമ്മിലുള്ള അകലമാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ r. അപ്പൊ AP ആണ് നമ്മുടെ സ്മോൾ r. അപ്പൊ നമുക്ക് നേരിട്ട് ആ ലോ അങ്ങോട്ട് കൊടുക്കാം. ആ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ എന്ത്? മാഗ്നിറ്റ്യൂഡ്. ബയോട്ട് സവാർട്ട് ലോ അനുസരിച്ച് നമുക്ക് ഇക്വേഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാവുന്നേ? ആ സ്മോൾ കറന്റ് എലമെന്റ് മൂലം പിയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, സ്മോൾ കറന്റ് മൂലം. അപ്പൊ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് dB ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/4π I. ആ എലമെന്റിന്റെ ലെങ്ത് എത്ര നമ്മൾ എടുത്തത്? I dl sin തീറ്റ ഡിവൈഡഡ് ബൈ കറന്റ് എലമെന്റ് ആ പോയിന്റ് തമ്മിലുള്ള അകലം ഏതായിരുന്നു? സ്മോൾ r ആയിരുന്നു. അപ്പൊ 4 ഡിവൈഡഡ് ബൈ r സ്ക്വയർ അല്ലെ. അപ്പൊ dB is equal to μ0/4π I dl sin തീറ്റ ബൈ r സ്ക്വയർ. ഇവിടെ നമുക്ക് മാറ്റം വരുത്താനുള്ളത് ആ തീറ്റ വാല്യൂ എന്തായിരിക്കും? ആ തീറ്റ വാല്യൂ എന്തായിരിക്കുന്നത് നോക്കിക്കേ. എങ്ങനെ വരുന്ന തീറ്റ എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലുള്ള ആംഗിൾ ആണ്? ഇത് തമ്മിൽ, അതായത് കറന്റ് എലമെന്റും ആ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ലൈൻ അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, അതും ഈ കറന്റ് എലമെന്റ് ആയ dl തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് അല്ലെ. അപ്പൊ ഈ ഫിഗറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ദാ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ അതെങ്ങനെ എടുക്കും? അപ്പൊ ദാ ഇവിടേക്ക് നോക്കുക. ഇതാണ് നമ്മുടെ കറന്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ്. അപ്പൊ കറന്റിന്റെ ഡിറക്ഷൻ എങ്ങനെയാന്ന് കാണിച്ചു. ഇതാ കറന്റിന്റെ ഡിറക്ഷൻ ഇങ്ങനെയായിരുന്നു ആണല്ലോ. അപ്പൊ നമ്മുടെ പോയിന്റ് പി ഇരിക്കുന്ന ഇവിടെയാണ്. അപ്പൊ ഞാൻ വെക്കേണ്ടത് ഇങ്ങനെ ആണല്ലോ. ആ പോയിന്റ് പിയും നമ്മുടെ കറന്റ് എലമെന്റും പോയിന്റ് പിയിലേക്ക് ആ കറന്റ് എലമെന്റിൽ നിന്ന് വരയ്ക്കുന്ന ലൈനും ഈ കറന്റ് എലമെന്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ, ദിസ് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് കണ്ടോ. ഇവിടെ ഫോം ചെയ്യുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതാണ് നമ്മുടെ കറന്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ്. കറന്റ് ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമ്മുടെ ആ കറന്റ് എലമെന്റ് ഇതാന്ന് വിചാരിച്ചു, ഇവിടുത്തെ കറന്റ് എലമെന്റ്. അപ്പൊ നമുക്ക് ആ പോയിന്റ് പിയും ആ കറന്റ് എലമെന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻ വരുന്നത് ഇതാണ് അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ കറന്റ് എലമെന്റ്, ഇവിടെ ഇരിക്കുന്നത് ഈ കറന്റ് എലമെന്റും ഈ ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ദിസ് ആംഗിൾ നോക്കിയത് കണ്ടത്. ഇവിടെ ഉണ്ടാക്കുന്ന ദിസ് ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ നമ്മുടെ തീറ്റ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ്. ആ ആംഗിൾ കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കുവാണ്. തീറ്റ ദാറ്റ് ഈസ് 90 ഡിഗ്രി. നമുക്കറിയാം സൈൻ 90യുടെ വാല്യൂ എന്താ? സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വന്നു. dB ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/4π I dl ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ക്ലിയർ ആയല്ലോ. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം വെക്റ്റർ ഫോം അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ എന്ന് പറയുന്നത് ആ വെക്റ്റർ dlഉം വെക്റ്റർ rഉം ഉൾപ്പെടുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ നമുക്ക് ഫിഗറിൽ ഇങ്ങനെ കാണിക്കാം. വെക്റ്റർ dlനും അതോടൊപ്പം തന്നെ ഈ rനും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഈ AP എന്ന് പറയുന്ന ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതാണ് ആരുടെ ഡിറക്ഷൻ? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. പിടികിട്ടിയല്ലോ.
അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇൻക്ലൈൻ ഡിറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കമ്പോണൻസ് ആയിട്ട് മാറ്റാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കമ്പോണന്റ്, അതേമാതിരി ആക്സിസിന്റെ ഡിറക്ഷനിലെ കമ്പോണന്റ്. ഇപ്പൊ നോക്കാം, ദിസ് ആംഗിള് ഇപ്പൊ നമുക്ക് തീറ്റ എന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരണ്ട, വേറൊരു സിമ്പിൾ കൊടുക്കാം, ഫൈ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഈ ആക്സിസ് ആയിട്ട് വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ ആണ് എങ്കിൽ ഈ ഡിറക്ഷനിലെ കമ്പോണന്റിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം, ഡി ബി കോസ് ഫൈ അല്ലെ. അപ്പൊ ഈ ഡിറക്ഷനിലെ കമ്പോണന്റ് നമുക്ക് കൊടുക്കാം ഡി ബി സൈൻ ഫൈ ആണല്ലോ. അപ്പോൾ ആ ഒരു ഇൻക്ലൈൻ ഡിറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഡി ബിയെ നമ്മൾ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഡി ബി കോസ് ഫൈ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നതും ഡി ബി സൈൻ ഫൈ ആക്സിസിന്റെ അതേ ഡിറക്ഷനിൽ ആക്ട് ചെയ്യുന്ന കമ്പോണന്റ്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തത് ഇവിടെയുള്ള ഒരു കറന്റ് എലമെന്റ് ആണ്. ഇനി നമുക്ക് നേരെ ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് അതർ എൻഡിൽ ഇവിടെ ആ മിഡ് പോയിന്റ് ഞാൻ ബി എന്ന് പേര് കൊടുക്കുകയാണ്. ഇവിടെ ഒരു ഡി എൽ ലെങ്ത് ഉള്ള ഒരു കറന്റ് എലമെന്റ് എന്ന് വിചാരിച്ചോളൂ. ആ കറന്റ് എലമെന്റ് മൂലം പിയിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യണം വേണ്ടേ. ആ കറന്റ് എലമെന്റും പിയും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ദിസ് ആംഗിളും ഉറപ്പായിട്ട് എന്ത് തന്നെയായിരിക്കും, ഫൈ തന്നെയായിരിക്കും. ഈ ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും, അത് ആർ തന്നെയായിരിക്കും അല്ലെ. അപ്പോ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ ഉണ്ടായ മാഗ്നിറ്റ്യൂഡ് തന്നെ, പക്ഷേ ഡിറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. കാരണം എന്താ, ഇവിടെ ആണെങ്കിൽ കറന്റിന്റെ ഡിറക്ഷൻ എന്താ, കറന്റ് ഇതാ ഇങ്ങനെ പോയിട്ട് ഇതാ കറന്റ് എലമെന്റ് ഇതാ ഇങ്ങനെ, ഇവിടത്തെ കറന്റിന്റെ ഡിറക്ഷൻ ഇങ്ങനെയായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ഇതാ കറന്റ് ഇതാ ഇങ്ങനെ വന്ന് കന്ന് ഇവിടെ കറന്റിന്റെ ഡിറക്ഷൻ നോക്കിക്കേ, ഇവിടെ ആണെങ്കിൽ ഇങ്ങോട്ടായിട്ടാണ് വരുന്നത്, ഡിറക്ഷൻ ഇതാ ഇവിടെ ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫീൽഡും നേരെ റിവേഴ്സ് ചെയ്തു വരും, അതായത് ഈ ആറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡി ബി. അപ്പൊ ഉറപ്പായിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കമ്പോണന്റും ഇങ്ങോട്ടുള്ളൊരു കമ്പോണന്റും അല്ലെ. ദിസ് ആംഗിൾ ഉറപ്പായിട്ട് ഫൈ തന്നെയായിരിക്കും. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് നമുക്ക് എന്ത് പേര് കൊടുക്കാം, ഡി ബി കോസ് ഫൈ എന്ന് പറഞ്ഞു കൊടുക്കാം. ആക്സിസിൽ കൂടെയുള്ള ആ കമ്പോണന്റ് നമുക്ക് പേര് കൊടുക്കാം ഡി ബി സൈൻ ഫൈ. ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കറന്റ് എലമെന്റ് മൂലം പിയിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവരെ തമ്മിൽ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ നെറ്റ് വാല്യൂ കാണുമ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നോക്കൂ, ആ ഡി ബി സെയിം ആണല്ലോ, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ ഡി ബി കോസ് ഫൈ ആൻഡ് ഡി ബി കോസ് ഫൈ, അത് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡിറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, അത് ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ പിന്നെ നമുക്കുള്ളത് ഡി ബി സൈൻ ഫൈകൾ രണ്ടെണ്ണം. അപ്പൊ ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ ഡി ബി സൈൻ ഫൈ പ്ലസ് ഡി ബി സൈൻ ഫൈ. ഇത് നമ്മൾ ജസ്റ്റ് രണ്ട് എലമെന്റ് എടുത്തുള്ളൂ അല്ലെ. അങ്ങനെ നമുക്ക് n എലമെന്റ് എടുക്കാം അല്ലെ. പല പല എലമെന്റുകൾ ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, ഇവിടെ ഇങ്ങനെയൊക്കെ. അപ്പൊ ഇവിടെ ഒരു എലമെന്റ് എടുത്താൽ അതിന് നേരെ ഡയമെട്രിക് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു എലമെന്റ് ഉണ്ടാവും അല്ലെ. ഇവിടെ ഒരു എലമെന്റ് എടുത്താൽ അതിന് നേരെ ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പുറത്തെ ഒരു എലമെന്റ്. അപ്പൊ അങ്ങനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുമ്പോൾ ഈ ഡി ബി കോസ് ഫൈകൾ, അതായത് ഈ പെർപെൻഡിക്കുലർ കമ്പോണൻസ് ഒക്കെ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പൊക്കോളും. ഓൺലി ആ പാരലൽ അല്ലെങ്കിൽ ആക്സിയൽ കമ്പോണൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ഡി ബി സൈൻ ഫൈ കമ്പോണന്റുകൾ. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ ഡി ബി സൈൻ ഫൈകൾ പ്ലസ് ആഡ് ചെയ്ത് സം ചെയ്യുക. ആ സം ചെയ്യുന്നതിന് തുല്യമാണ് എന്ത്, ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദ എൻറ്റയർ കറന്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ്. ആ പി എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കൊടുക്കാം ബി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞത്, ആ ഡി ബി കോസ് ഫൈകളൊക്കെ കട്ട് ചെയ്തു പോയി, ക്യാൻസൽ ചെയ്തു പോയി. ആകെ ഡി ബി സൈൻ ഫൈകളുടെ സം, ദാറ്റ് ഈസ് നമുക്ക് കൊടുക്കാം ഇന്റഗ്രൽ ഡി ബി സൈൻ ഫൈ എന്ന് പറഞ്ഞ് കൊടുക്കാം ആണല്ലോ. ഇവിടെ നമുക്ക് ഡി ബിയുടെ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഡി ബിക്ക് പകരം കൊടുക്കുകയാണ് μ0/4π IDL by r square. ഡി ബിക്ക് പകരം വാല്യൂ കൊടുത്തു ഇൻറ്റു സൈൻ ഫൈ. നമുക്ക് കോൺസ്റ്റൻസിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം.
that is mu 0 by 4 pi I r square, r കോൺസ്റ്റന്റ് ആണല്ലോ, അപ്പോൾ ഡിവൈഡഡ് ബൈ r സ്ക്വയർ സൈൻ ഫൈ. അപ്പോൾ പിന്നെ നമ്മൾ ആരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? ആ എലമെൻറ്റിൻ്റെ ആ ലെങ്ത് ഡി എല്ലിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ഈ ഒരു ചെറിയ എലമെൻറ്റിൻ്റെ ലെങ്ത് ഡി എൽ, നമ്മൾ അടുത്ത് എടുക്കുമ്പോൾ അതിൻ്റെ ഡി എൽ, അങ്ങനെ 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 ടോട്ടൽ ലെങ്ത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എല്ലാ ഡി എല്ലുകളെയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ സർക്കുലാർ ലൂപ്പിൻ്റെ സർക്കംഫറൻസ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ സർക്കുലാർ ലൂപ്പിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് വിത്ത് റേഡിയസ് ആറുള്ള സർക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സർക്കംഫറൻസ് എന്തായിരിക്കും? 2πr ആയിരിക്കും. അപ്പോൾ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് ദ സർക്കുലർ ലൂപ്പാണ്, ദാറ്റ് ഈസ് 2πr ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കൂ. mu 0 I by 4πr square sin phi into integral ആ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ 2πr b that is equal to mu 0 I r. അപ്പോൾ 2πയും 4πയും കട്ട് ചെയ്യുമ്പോൾ അടിയിൽ നമുക്ക് വരുന്നത് 2 ആണ്, r സ്ക്വയർ, പിന്നെ എന്തുണ്ട് സൈൻ ഫൈ അല്ലേ. ഈ സൈൻ ഫൈ ടേം കണ്ടുപിടിക്കാനായിട്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഫ്രം ട്രയാംഗിൾ AOP അതിൽ നിന്ന് സൈൻ ഫൈ എന്താ നോക്കൂ. സൈൻ ഫൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ R ബൈ സ്മോൾ r. ആ വാല്യൂ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ b that is equal to mu 0 IR divided by 2r square അവിടെ ഉണ്ട്. സൈൻ ഫൈക്ക് പകരം നമ്മൾ കൊടുക്കുവാണ് ക്യാപിറ്റൽ R ബൈ സ്മോൾ r. നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത്? b that is equal to mu 0 I r into r എന്ന് പറയുമ്പോൾ r സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into r സ്ക്വയർ into r എന്ന് പറയുമ്പോൾ എന്താ? r ക്യൂബ്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് ഓർത്തിരിക്കണേ. b that is equal to mu 0 I r സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r ക്യൂബ്. അപ്പൊ അതില് mu 0യും ഐയും കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സർക്കുലർ ലൂപ്പ്, അത് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് തരുന്നത് സ്മോൾ r ആയിരിക്കില്ല, അതായത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കില്ല തരുന്നത്. സെന്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള അകലമായ ആ എക്സ് ആയിരിക്കും നമുക്ക് എപ്പോഴും തരുന്നത്. അപ്പൊ സ്മോൾ ആറിനെ റീപ്ലേസ് ചെയ്ത് എക്സിന്റെ ടേമിൽ മാറ്റി എഴുതാൻ നോക്കുവാണ്. അതിനു വേണ്ടിയിട്ട് സെയിം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ഫ്രം ട്രയാംഗിൾ AOP എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുമ്പോൾ അത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, അതല്ലേ നമ്മുടെ R സ്ക്വയർ. അപ്പൊ R സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കൊടുക്കാം? ക്യാപിറ്റൽ R സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് കൊടുക്കാം. R സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ R എന്തായിരിക്കും? R സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പിന്നെ റൂട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം? ഓൾ റേസ് ടു 1/2 എന്ന് പറഞ്ഞ് കൊടുക്കാം ആണല്ലോ. അപ്പൊ നമുക്ക് വേണ്ടത് R ക്യൂബ് ആണ്. അപ്പൊ R ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ the whole raised to 3/2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? therefore b that is equal to mu 0 I r square divided by 2 into r square plus x square the whole raised to 3/2. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് on the axis of a circular current loop B that is equal to mu 0 I r square divided by 2 into r square plus x square the whole raised to 3/2. ഇവിടെ കിട്ടിയല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് എക്സ് അകലത്തില് സെന്റർ ഓയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തില് പിയില് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചത്. ഇനി ഇതിന്റെ വേറൊരു കേസ് നമുക്ക് ചോദിക്കാം. ഈ പി എന്ന് പറയുന്ന പോയിന്റ് കറക്റ്റ് സെന്ററിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മുടെ ആ കറന്റ് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പിന്റെ കറക്റ്റ് സെന്റർ ഓയിൽ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് പി ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയെങ്കിൽ ആ ഇക്വേഷനിൽ നമുക്കൊരു ചെറിയൊരു മാറ്റം വരുത്താം അല്ലെ. അപ്പൊ ആ ഇക്വേഷനിൽ മാറ്റം വരുമ്പോൾ അറ്റ് സെന്റർ ഓയിൽ ആണെങ്കിൽ നമ്മുടെ ആ ഇക്വേഷനിൽ ആ എക്സിന്റെ വാല്യൂ അപ്പൊ എന്തായിട്ട് വരും? എക്സിന്റെ വാല്യൂ 0 ആയിട്ട് വരും.
അല്ലേ? അങ്ങനെ 0 ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരുന്നു നോക്കിക്കേ. ബി ദറ്റ് ഈസ് ഈക്വൽ ടു μ0 I r സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ആ ടേം 0 ആയി പോയി. അപ്പൊ ബാക്കി എന്തുണ്ട്? r സ്ക്വയർ all raised to 3/2 എന്നല്ല വരുന്നത്. ദറ്റ് ഈസ് 2 ഇൻറ്റു 3/2. അപ്പൊ 2 അങ്ങോട്ട് കട്ട് ചെയ്ത് പോവില്ല. അപ്പൊ ബാക്കി ആ ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? r ക്യൂബ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? ബി ദറ്റ് ഈസ് ഈക്വൽ ടു μ0 I r സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r ക്യൂബ്. റെഡി? ആ r സ്ക്വയറും ഈ r ക്യൂബ് അത് കട്ട് ചെയ്യുമ്പോൾ താഴെ എന്ത് വന്നു? ഒരു r ആയിട്ട് വരും. ദറ്റ് ഈസ് ബി ദറ്റ് ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2r. അപ്പോൾ ആ സർക്കുലാർ കറന്റ് ക്യാരിങ് ലൂപ്പിന്റെ സെന്ററിൽ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് പി ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അറ്റ് ദ സെന്റർ ഓഫ് സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി ദറ്റ് ഈസ് ഈക്വൽ ടു μ0 I ബൈ 2r. ചിലപ്പോൾ നമുക്ക് ഡെറിവേഷൻ അങ്ങനെയായിരിക്കും ചോദിക്കുക. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പ് അറ്റ് എ പോയിന്റ് ഓൺ ദ സെന്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ്. സെന്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. പ്രോബ്ലത്തിൽ നമുക്ക് യൂസ്ഫുൾ ആണ്. ബി ദറ്റ് ഈസ് ഈക്വൽ ടു μ0 I ബൈ 2r. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഓർത്തിരിക്കുക. ബി ഈക്വൽസ് μ0 I ബൈ 2r. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തത് ഈ സർക്കുലർ ലൂപ്പ് ഒരു ടേൺ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെ? അങ്ങനെ ചിലപ്പോൾ നമുക്ക് 10 ടേൺസ് ഉണ്ടാവാം, ചിലപ്പോൾ 100 ടേൺസ് അല്ലെങ്കിൽ 1000 ടേൺസ് വരാം. അപ്പൊ ജനറൽ ആയിട്ട് n ടേൺസ് ഉണ്ടെങ്കിൽ ആ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ എങ്ങനെ മാറ്റം വരുന്നത്? ഫോർ n ടേൺസ് ഉണ്ടെങ്കിൽ ബി ദറ്റ് ഈസ് ഈക്വൽ ടു ഈ ടേം ഇൻറ്റു n എന്ന് പറഞ്ഞു വരും, അല്ലെ? അപ്പൊ μ0 ni ഡിവൈഡഡ് ബൈ 2r. ആ ഇക്വേഷൻ ഓർത്തിരിക്കുക. പ്രോബ്ലം നമുക്ക് ചോദിക്കാറുണ്ട്. ആ നമ്പർ ഓഫ് ടേൺസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ബി ദറ്റ് ഈസ് ഈക്വൽ ടു μ0 ni ഡിവൈഡഡ് ബൈ 2r. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പിന്റെ കേസിൽ ആക്സിസിലെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സെൻട്രലിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിൽ ആ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്തത് ഒരു സ്മോൾ കറന്റ് എലമെന്റ് എടുത്തു. ആ സ്മോൾ കറന്റ് എലമെന്റിന്റെ ലെങ്ത് dl ആണ്. അതുമൂലം പിയിൽ ഉണ്ടാവുന്ന ആ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താന്ന് നോക്കി. അതിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ആ ആറിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പൊ നമ്മൾ ബയോട്ട് സവാർഡിലും അപ്ലൈ ചെയ്തു. a small current element മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് dB is equal to μ0 by 4 pi I dl sin theta by r square. അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് വരുന്ന കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ്. ആ ആംഗിൾ തീറ്റ 90 ഡിഗ്രി ആണ്. അപ്പൊ സൈൻ 90 എന്ന് വരുമ്പോൾ നമുക്ക് അത് 1 ആയിട്ട് വരുന്നത്. ഇങ്ങനെ dB is equal to μ0 by 4 pi I dl by r square എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇനി ആ dB നമ്മൾ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പെർപെൻഡിക്കുലർ ആൻഡ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഡിബിയുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് കറന്റ് റിവേഴ്സ് ചെയ്ത് തരണം. ഇപ്പൊ നേരെ ഇങ്ങനെയായിരുന്നു നേരത്തെ കിട്ടിയത് dB. ഇപ്പൊ അതിനെ റിവേഴ്സ് ചെയ്തത് ഈ ഡിറക്ഷനിൽ കിട്ടും. ഇതിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ എത്ര പെയർ ഓഫ് കമ്പോണൻസ് നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞാലും നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കും. എല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ ഈ പെർപെൻഡിക്കുലർ കമ്പോണൻസ് dB cos ഫൈകളൊക്കെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പൊക്കോളും. ബാക്കി ആ പാരലൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ എല്ലാവരുടെ ആക്സിസിലെ കമ്പോണൻസ് ആയ dB sin ഫൈകൾ മാത്രമേ ഉള്ളൂ. അതിനൊക്കെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദ എൻറ്റയർ സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പ് ബി ദറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ dB sin ഫൈ എന്ന് വരുന്നു. ആ dBയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ കോൺസ്റ്റൻസിനൊക്കെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ആ എൻറ്റയർ ലെങ്ത് ഓഫ് ദ സർക്കുലർ ലൂപ്പ് എന്ന് പറയുന്നത് എന്ത് സാധനമാണ്? നമ്മുടെ സർക്കംഫറൻസ് ഓഫ് ദ സർക്കുലർ ലൂപ്പ് ആണ്. ദറ്റ് ഈസ് 2πr ആണ്. ആ വാല്യൂ കൊടുത്തു. അപ്പൊ നമ്മുടെ ഒരു 2π അതിൽ 2π കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി ഇക്വേഷൻ ഇങ്ങനെ വന്നു μ0 IR ഡിവൈഡഡ് ബൈ 2r സ്ക്വയർ sin ഫൈ. അടുത്ത നമ്മൾ ചെയ്ത sin ഫൈന് എന്താ നോക്കി. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്ത് sin ഫൈ ഈക്വൽസ് ക്യാപിറ്റൽ R ബൈ സ്മോൾ r എന്ന് കിട്ടി. ആ വാല്യൂവും കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഇക്വേഷനിൽ നമ്മൾ വേറൊരു അറേഞ്ച്മെന്റ് നടത്തിയത് ആ സ്മോൾ ആറിനെ
ആ എക്സിന്റെ ടേമിലേക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ നോക്കി. അപ്പൊ സെയിം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് r² ദാറ്റ് ഈസ് ഈക്വൽ ടു R² പ്ലസ് x² എന്നുള്ള ടേം ഒക്കെ കൊടുത്ത് r³ എന്താന്ന് നോക്കി. അങ്ങനെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടി. b ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 I r² ഡിവൈഡഡ് ബൈ 2 into r² പ്ലസ് x² ദ ഹോൾ റൈസ് ടു 3/2. അടുത്തത് നമ്മൾ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് ചിന്തിച്ചത് ഈ പോയിന്റ് പി എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലല്ല, പകരം സെന്ററിൽ തന്നെയാണ് ആ പോയിന്റ് പി ഇരിക്കുന്നത്. അങ്ങനെ സെന്ററിൽ തന്നെ ആ പോയിന്റ് പി ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ ആ എക്സ് എന്നുള്ള ടൈം ഇല്ലാതായി പോകും. ബാക്കി r² ഹോൾ റൈസ് ടു 3/2 എന്ന് വരും. ദാറ്റ് ഈസ് r³ എന്ന് വരും. അപ്പോൾ ഒരു r² കട്ട് ചെയ്ത് പോയിട്ട് നമ്മുടെ ഇക്വേഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയത് b ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 I by 2r. ഇനി n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ b ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ni by 2r. കിട്ടിയല്ലോ. ഇവിടെ നമുക്ക് ഇനി ഒരു ഗ്രാഫും കൂടി വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും ആ ഡിസ്റ്റൻസും വെച്ച് ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിന്റെ ഷേപ്പ് എന്താവും ഒന്ന് നോക്കാം. നമ്മൾ എടുക്കുന്നത് ഡിസ്റ്റൻസ് അലോങ് ദ എക്സ് ആക്സിസും ആ മാഗ്നറ്റിക് ഫീൽഡ് വൈ ഡിറക്ഷനിൽ നമ്മൾ എടുക്കുവാണ്. അപ്പൊ നമ്മുടെ ആ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഡിസ്റ്റൻസ്, ഈ എക്സിന്റെ വാല്യൂ അത് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത് അല്ലെ. എക്സിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഉറപ്പായിട്ടും ബിയുടെ വാല്യൂ എന്തായിരിക്കും, കുറയും. പിടിയിട്ടില്ലോ. അപ്പോൾ ആ സർക്കുലർ ലൂപ്പിൽ നിന്ന് അകന്നകന്ന് പോകുന്ന അനുസരിച്ച് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ സ്ട്രെങ്ത് അപ്പോൾ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ, അതായത് എക്സിന്റെ വാല്യൂ ചെറുതായി വന്ന് എക്സിന്റെ വാല്യൂ 0 ആയി കഴിയുമ്പോൾ, അതായത് കറക്റ്റ് സെന്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ് ആയി കഴിയുമ്പോൾ ഫീൽഡിന്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് കിട്ടും, ഏറ്റവും കൂടുതലായിട്ട് കിട്ടും. അപ്പൊ നോക്കിക്കേ, ഇതാ നമ്മുടെ സർക്കുലർ കറന്റ് ക്യാരി ലൂപ്പ് എങ്കിൽ അതിന്റെ കറക്റ്റ് സെന്ററിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ. അപ്പൊ നമ്മൾ എടുക്കുന്ന പോയിന്റ് ഈ വശത്താണ്, ഇങ്ങോട്ട് അകന്ന് പോകുന്നതനുസരിച്ച് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയും. ഈ വശത്താണ് നമ്മുടെ പോയിന്റ് എങ്കിൽ അങ്ങോട്ട് പോകുന്നതനുസരിച്ചും ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയും. അപ്പൊ സെന്ററിലെ പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് കാണിക്കാനായിട്ട് നമുക്ക് കൊടുക്കാം, ഇതാണ് നമ്മുടെ സെന്റർ O അല്ല. അപ്പൊ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ, രണ്ട് വശത്തേക്കും പോകുന്നതനുസരിച്ച് സ്ട്രെങ്ത് കുറയും. അപ്പൊ നമ്മുടെ ഗ്രാഫിന്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയായിരിക്കും. സെന്ററിൽ ഏറ്റവും കൂടുതലും, ഇങ്ങോട്ട് പോയാലും ഈ വശത്തെ പോയിന്റ് എടുത്താലും സ്ട്രെങ്ത് കുറഞ്ഞു വരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണിത്. വീണ്ടും ഇങ്ങനെ സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പ് ആണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഏത് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ പഠിച്ചത് ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ടുള്ള കറന്റ് ക്യാരിയും കണ്ടക്ടർ അല്ലെങ്കിൽ കറന്റ് ക്യാരിങ് എലമെന്റ് ആയിരുന്നു എടുത്ത്. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ കൺസിഡർ ചെയ്തു. അതോടൊപ്പം തന്നെ സ്ക്രൂ റൂൾ, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ അല്ലെങ്കിൽ മാക്സ്വെൽ സ്ക്രൂ റൂൾ അപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് നമ്മുടെ കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പാണ് അല്ലെ. അപ്പൊ ഏകദേശം സ്ട്രെയിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഒരു കേൾഡ് ഡിറക്ഷൻ, അതായത് ഒരു വളഞ്ഞ രീതിയിലായിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഡിറക്ഷൻ കണ്ടുപിടിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് പാം റൂൾ. അപ്പൊ റൈറ്റ് ഹാൻഡ് പാം റൂൾ അനുസരിച്ച് ഇങ്ങനെയാണ്: കേൾ ദ റൈറ്റ് ഹാൻഡ് in the direction of current carrying circular conductor അല്ലെങ്കിൽ circular wire with the fingers in the direction of current. Then the thumb gives the direction of magnetic field. അതായത് നമ്മുടെ ആ സർക്കുലർ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് നമ്മുടെ വലത്തെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. അതായത് നമ്മുടെ ആ പാമ്പിന്റെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ വെക്കുമ്പോൾ ആ കേൾഡ് ഫിംഗേഴ്സ് ആണ് എന്തിനെ കാണിക്കുന്നത്? ആ സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പിൽ ആ കറന്റിന്റെ ഡിറക്ഷനെ കാണിക്കുന്നത്, ആ കേൾഡ് ഫിംഗേഴ്സ്. കിട്ടിയല്ലോ. ദെൻ തമ്പാണ് ആരെ കാണിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നത്. ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരുന്നു നമ്മുടെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളില്. തമ്പായിരുന്നു ആരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കറന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കേൾഡ് ഫിംഗേഴ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ച്, കേൾഡ് ഫിംഗേഴ്സ് ആണ് കറന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, തമ്പാണ് മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഫിഗറിൽ നോക്കിക്കേ, ഇവിടെ അനുസരിച്ച് നമ്മുടെ പോയിന്റ് പി ഇവിടെ ആയിരുന്നു ഇരുന്നിരുന്നത് അല്ലെ. നമ്മുടെ സർക്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പ് ഏത് പ്ലെയിനിലായിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു? YZ പ്ലെയിനിലായിരിക്കുന്നത്. അതിൽ കറന്റിന്റെ ഡിറക്ഷൻ കാണിച്ചിരുന്നത് ഇങ്ങനെയാണ് കറന്റ് ഡിറക്ഷൻ ആയിരുന്നത് അല്ലെ. അപ്പൊ ഞാൻ അങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ കറന്റിന്റെ ഡിറക്ഷൻ. ദെൻ ദ തമ്പിന്റെ ഡിറക്ഷൻ ആണ് ആരെ കാണിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നത്. അപ്പൊ തമ്പിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡിറക്ഷൻ ആണ്? ഇവിടുത്തെ കേസില് X ഡിറക്ഷൻ. ഇപ്പൊ കണ്ടോ,
നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ടോട്ടൽ മാഗ്നറ്റിക് ഡി ബി സൈൻ ഫൈകളുടെ സം എന്ന് പറയുന്നത് ഏത് ഡിറക്ഷനാണ്? ആ എക്സ് ഡിറക്ഷൻ. അപ്പൊ മനസ്സിലായല്ലോ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് റൈറ്റ് ഹാൻഡ് പാം റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വലത്തെ കയ്യിൽ ആ കറന്റ് ക്യാരിങ് കണ്ടക്ടറിനെ പിടിക്കുമ്പോൾ നമ്മുടെ കേൾഡ് ഫിംഗേഴ്സ് ആണ് കറണ്ടിനെ കാണിക്കുന്നത്, തമ്പാണ് ആരെ കാണിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഞാൻ തിരിഞ്ഞു നിന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ അതാ നോക്കുക, ഇങ്ങനെയാണ് കറണ്ട് ഡിറക്ഷൻ. അപ്പോൾ ഇതാ ഇങ്ങനെ പിടിക്കുവാണ്, കണ്ടോ കറണ്ട് ഇങ്ങനെ പോയിട്ട് ഇത് കൂടെ ഇങ്ങനെ വളഞ്ഞു വരുന്നു. ഇതാണ് നമ്മുടെ തമ്പ്. ഈ തമ്പിന്റെ ഡിറക്ഷനാണ് ആരെ കാണിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നത്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം നോക്കാം. 4.1. A circular coil of wire consisting of 100 turns, each of radius 8 cm, carries a current of 0.4 ampere. What is the magnitude of magnetic field B at the center of the coil? അപ്പോൾ സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പ് അതിലെ സെന്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചിരിക്കുന്നത്. ടേൺസ് തന്നിട്ടുണ്ട്, 100 ടേൺസ് ഉണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാന്ന് നോക്കാം. റേഡിയസ് 6 തന്നിട്ടുണ്ട്, 8 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 8 × 10⁻⁻² മീറ്റർ. ഐ തന്നിട്ടുണ്ട് 0.4 ആംപിയർ. നമ്പർ ഓഫ് ടേൺസ് n = 100. ബി എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അതാ നമ്മുടെ ഇക്വേഷൻ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ni ഡിവൈഡഡ് ബൈ 2r. നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. μ0 വാല്യൂ എത്ര? 4π × 10⁻⁻7 ഇൻറ്റു n എത്രയാണ്? 100. ഐ എത്രയാ? 0.4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റേഡിയസ് എത്ര? 8 × 10⁻². അവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ 3.14 ഇൻറ്റു 10⁻⁻4. മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, അതിന്റെ യൂണിറ്റ് ടെസ്ല. ബി ഈക്വൽസ് 3.14 ഇൻറ്റു 10⁻⁻4 ടെസ്ല. അപ്പൊ ഇക്വേഷൻ ഓർത്തിരിക്കുക, ബി ഈക്വൽസ് μ0 ni/2r. അപ്പൊ ഇന്ന് നമ്മൾ ബയോട്ട് സവാർട്ട് ലോ പഠിച്ചു. അപ്പോൾ കറന്റ് ക്യാരിയിങ് എലമെന്റ് മൂലം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ എന്തായിരുന്നു? ഡി ബി ദാറ്റ് ഇസ് ഈക്വൽ ടു μ0/4π IDL sin⁻r². ദെൻ അടുത്ത് നമ്മൾ സർക്കുലർ കറന്റ് ലൂപ്പിന്റെ കേസിൽ ഈ ലോ അപ്ലൈ ചെയ്ത് നമുക്ക് ഇക്വേഷൻ കിട്ടി. ബി ദാറ്റ് ഇസ് ഈക്വൽ ടു μ0 IR² ഡിവൈഡഡ് ബൈ 2 × r² + x² ² 3/2. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് സെന്ററിൽ തന്നെയാണെങ്കിൽ ബി ദാറ്റ് ഇസ് ഈക്വൽ ടു μ0 I/2r എന്നുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ പഠിച്ചത് 3 ലോസ് പഠിച്ചു. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ പഠിച്ചു. അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, തമ്പാണ് കറണ്ടിനെ കാണിക്കുന്നത്, കേൾഡ് ഫിംഗേഴ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ മാക്സ്വെൽസ് സ്ക്രൂ റൂൾ പഠിച്ചു അല്ലെ. തമ്പാണ് ആ കറന്റിന്റെ ഡിറക്ഷനെ കാണിക്കുന്ന, കേൾഡ് ഫിംഗേഴ്സ് അതല്ലെങ്കിൽ തമ്പിന്റെ ആ റൊട്ടേഷൻ അതാണ് മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പഠിച്ചത് അതൊരു സർക്കുലർ കറന്റ് ലൂപ്പ് ആണെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് പാം റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കേൾഡ് ഫിംഗേഴ്സ് ആണ് കറന്റിനെ കാണിക്കുന്നത്, തമ്പാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷനെ കാണിക്കുന്നത്.